ഹലോ ഗൈസ്, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൂപ്പർ ട്രെൻഡ് റിവേഴ്സൽ മൈൻഡ് എന്ന് പറഞ്ഞ് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന, അതായത് 5 മിനിറ്റത്തെ EURUSD കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് കണ്ടില്ല, ആദ്യത്തെ ഒരു മേജർ ബൈ ഈ ബൈസിക്കലിൽ ഫെയിലായി. ഇത് ഫെയിലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ഫെയിലായ ശേഷം അടുത്ത് വരുന്നതിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു, സെല്ല്. സോ ഏകദേശം 37 പിപ്സ്, അതായത് നമുക്ക് ഏകദേശം 0.10 ലോട്ട് ഇട്ടാൽ പോലും ഏകദേശം $37 നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ ചിന്തിച്ചാൽ മതി, ഇത് നല്ല ആക്യുറേറ്റ് ആണ്. അപ്പോൾ അതൊരു മിനിമം ലോട്ട് ഇടുക. ഇനി ഒരിക്കലും 0.01 കയ്യിൽ ഒരു $500 പുറത്തോട്ടുണ്ടെങ്കിൽ മാത്രം ഈ ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് ഫെയിലായി കഴിഞ്ഞാൽ, സപ്പോസ് ഇത് ഫെയിലായ മൂന്നാമത്തെ ട്രേഡ് നമുക്ക് ഇതിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇതിപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 0.10 ലോട്ട് സൈസ് എടുത്തെങ്കിൽ നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് 0.20 ആണ്. 0.20 ആയിട്ടോ, അത് 0.20 അടുത്ത് ഇതിൻ്റെ ഇരട്ടി ലോട്ട്, ഇതിൻ്റെ ഇരട്ടി 2x നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നു. അപ്പോൾ ഒന്നും വേണ്ട, ഇപ്പം ഓൾറെഡി ഇത് വിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് ടെസ്റ്റ് ചെയ്താലും നമുക്ക് കാണാൻ കഴിയും. ഫെയിലർ എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു സെൽ സിഗ്നൽ വന്ന് ഫെയിലർ വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ ഇത് ഫെയിലായിട്ടില്ല, 5 മിനിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒട്ടും ഇല്ലാത്ത ഡെപ്തിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ അതുകൊണ്ട് ഇത് വിൻ ചെയ്തിട്ടുണ്ട്. ശേഷം ഇത് ഞാൻ പറഞ്ഞ സെക്കൻഡ്, നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഇത് രണ്ടാമത്തെ സ്ട്രാറ്റജി മാത്രമാണ്. ഫസ്റ്റ് സ്ട്രാറ്റജി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡ് ഫോളോ ചെയ്ത് പോകാൻ പറ്റും ഇതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫെയിൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പം ബൈ.